നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സാജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ, ജീവിതം എന്ന എഡ്യൂക്കേഷൻ നമ്മളെ ക്രമേണ ഒരു സത്യത്തിലേക്ക് നയിക്കണം. ജീവിതം കൃതജ്ഞതയുടെ എക്സ്പ്രഷൻ ആണ്. നമുക്കെല്ലാം ലഭിച്ചിരിക്കുന്നു. ഈ ഞാനെന്ന ഒരു അസ്തിത്വത്തിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മനസ്സ്, ശരീരം, പിന്നെ ചുറ്റുമുള്ള ക്രിയേഷൻ എല്ലാം നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് പറഞ്ഞാൽ ഈ സഹായങ്ങളിലൂടെ പൂർണ്ണമായിട്ടും സ്വത്വത്തെ എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ്, എന്നെ എക്സ്പ്രസ് ചെയ്യാന്നുള്ളത്, എൻ്റെ ക്യാരക്ടർ റിഫോം ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ലോകം മാറ്റാൻ വന്നവരല്ല നമ്മൾ, സ്വയം ഉയരാൻ വന്നവരാണ്. നമ്മൾ ജീവിതത്തിൽ ഓരോ ഘട്ടം കടന്നു പോകുമ്പോഴും എത്ര എനിക്ക് ഈ ലോകത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്, എൻ്റെ മനസ്സിൻ്റെ ചാഞ്ചല്യങ്ങളെ, അതാണ് ആദ്യം നമ്മൾ ഉൾക്കൊള്ളുന്നത്. എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരുന്നു എന്ന് പറഞ്ഞ് ടെൻഷനാവുന്ന ആൾക്കാരുണ്ട്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സ് നമുക്ക് ലഭിച്ചിട്ടുള്ള പവറാണ്. അപ്പം അതിനെ നമ്മൾ കൃതജ്ഞതയോടുകൂടി സ്വീകരിക്കണം. ഇതെല്ലാം എനിക്ക് തന്നത് എൻ്റെ ഇംപെർഫെക്ഷൻസ് മനസ്സിലാക്കാനാണ്. ഈ ചിന്തകൾ കാണിക്കുന്ന ഇംപെർഫെക്ഷൻസാണ്. അപ്പോൾ അതിനെ വെറുക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് ചെയ്യാം. എത്രയോ കാലം കറക്റ്റ് ചെയ്യാം. ഈ ശരീരം എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ്. ശരീരത്തെ പൂർണ്ണമാക്കിയിട്ട് മരിക്കാത്ത തലത്തിലാക്കാനുള്ളതല്ല. കാരണം അതിന് അതിൻ്റേതായുള്ള നിയമങ്ങളുണ്ട്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ആക്സെപ്റ്റ് ചെയ്ത് എൻ്റെ കൂടെ ഇത്രയും ദിവസം നിന്നുവല്ലോ, അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ മനസ്സിനെ എലിവേറ്റ് ചെയ്യണം. അതുപോലെയാണ് എൻ്റെ കുടുംബം, എൻ്റെ ലോകം. ഇതൊന്നും എപ്പോഴും എല്ലാ സമയത്തും ഇതേപോലെയല്ല, മാറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ആവശ്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു എക്സ്പ്രഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ ആരെയാണ് സഹായിക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ തിരിച്ചറിവ് വേണ്ടത് എന്ന് തോന്നുന്നു. നമ്മൾ ഈശ്വരനെ കുറിച്ച് പറയുന്നു. ഈശ്വരനെ കുറിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാവുന്നത്? ഈശ്വരൻ്റെ ക്രിയേഷനിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. തൂണിലും തുരുമ്പിലും ഈശ്വരൻ വസിക്കുന്നു എന്ന് പറയുന്നു. തൂണും തുരുമ്പും ഈശ്വരനാണെന്നല്ല, ഈശ്വരൻ്റെ എക്സ്പ്രഷൻസാണ്. അതിലും എക്സ്പ്രഷൻ കാണും. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടിട്ട് ക്രമേണ മനുഷ്യ ഹൃദയത്തിൽ വികസനം പ്രാപിച്ചിട്ടുണ്ട്.
അതിനെ കൂടുതൽ പൂർണ്ണതയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു വ്യക്തിത്വത്തെ ദിവ്യൻ എന്ന് പറയും, ഗോഡ്ലി പേഴ്സൺ, ഗുരു എന്ന് പറയും, ഭക്തൻ എന്നും പറയാം. ശരിക്കും ആ ഡിവിനിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് ഭക്തൻ്റെ ഹൃദയത്തിലൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശൃംഖല നമ്മുടെ മുമ്പിലുണ്ട്, ഗുരുക്കന്മാരുടെ ഒരു ശൃംഖല. കൂടുതൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗുരു പരമ്പരയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതിൽ ആരാണ് ഗ്രേറ്റർ, ആരാണ് ലെസ്സർ എന്നുള്ള കൺഫ്യൂഷൻ പലപ്പോഴും ഉണ്ടാവും. ഭഗവാൻ ശ്രീകൃഷ്ണനെ ഈ ലോകത്തിൽ അവതരിപ്പിച്ചത് വേദവ്യാസരാണ്. ഭഗവാൻ ശ്രീരാമനെ അവതരിപ്പിച്ചത് വാൽമീകി മഹർഷിയാണ്. പരമഹംസനെ, രാമകൃഷ്ണ പരമഹംസനെ അവതരിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ലാലാജി മഹാരാജിനെ അവതരിപ്പിച്ചത് ബാബുജി മഹാരാജാണ്. ബാബുജി മഹാരാജിനെ അവതരിപ്പിച്ചത് ചാരിജി മഹാരാജാണ്. ചാരിജി മഹാരാജിനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദാജിയാണ്. അപ്പോൾ ഗുരു ഹൃദയത്തിലൂടെ, ഭക്തൻ്റെ ഹൃദയത്തിലൂടെ സ്വയം എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശിഷ്യൻ ഗുരുവിൽ പൂർണ്ണത കാണും. എനിക്ക് ആവേണ്ട തലം, കൂടുതൽ കൂടുതൽ ബെറ്റർ ആവേണ്ട തലം. ശിഷ്യൻ ഒരു പക്ഷേ ഗുരുവിനെ ട്രാൻസ്ലെറ്റ് ചെയ്തു എന്ന് വരാം പുറമേയുള്ള പ്രകടനത്തിൽ. പക്ഷെ ഗുരു ഗുരു തന്നെ, ശിഷ്യൻ ശിഷ്യൻ തന്നെ, അച്ഛൻ അച്ഛൻ തന്നെ, മകൻ മകൻ തന്നെ. ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന വളരെ മഹാന്മാരായിട്ടുള്ള അധ്യാപകന്മാരുണ്ടായിരുന്നു. അതിലൊരു ആളാണ് രാമസ്വാമി സാറ്, മാത്തമാറ്റിക്സ് ടീച്ചർ. സാറ് പലപ്പോഴും പ്രോബ്ലംസിൻ്റെ ഉത്തരം അറിയാതെ ബോർഡിൽ പ്രോബ്ലം എഴുതും. എന്നിട്ട് ഞങ്ങളുടെ കൂടെ വന്നിരിക്കും. എന്നിട്ട് നമ്മൾ രണ്ടും തുല്യരാണ്, നമുക്ക് ഒന്നിച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഒരു സ്റ്റുഡൻറ്റ് ആൻസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവനൊരു മുട്ടായിയോ എന്തെങ്കിലും പെന്നോ ഒക്കെ കൊടുക്കും. അതുപോലെ സാറ് കണ്ടുപിടിച്ച വഴിയേക്കാളും എളുപ്പമുള്ളൊരു വഴി നമ്മൾ കാണിച്ചു കൊടുക്കുക, സാറ് അഭിനന്ദിക്കും. അപ്പോൾ ശിഷ്യൻ ഗുരുവിനേക്കാളും വലുതല്ല, ഗുരു ശിഷ്യനെ എക്സ്പ്രസ് ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്തത്. ഗുരു ഇല്ലായിരുന്നെങ്കിൽ ശിഷ്യൻ അത് എക്സ്പ്രസ് ചെയ്യാൻ സഹായിക്കില്ലായിരുന്നു. അപ്പം അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഗുരുനാഥൻ, കാറ്റലിസ്റ്റ് ആവുന്നു. ഗുരു ഗുരു തന്നെ. എൻ്റെ രാമസ്വാമി സാറ് രാമസ്വാമി സാറല്ല. ഞാൻ ഒരിക്കലും ആ തലത്തിലേക്ക് എത്തില്ല. ഏത് ലെവൽ ഓഫ് കോൺഷ്യസ്നസ് എത്തിയാലും നമ്മളെ ഉയർത്തുന്ന ടീച്ചർ, ഗുരുനാഥൻ തീർച്ചയായിട്ടും ഗുരുനാഥൻ തന്നെയാണ്. അതിൽ മഹത്വത്തിൻ്റെ പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. അതുപോലെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനാണോ ദാജിയാണോ വലുത് എന്നുള്ള ചോദ്യം പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. നമ്മൾ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് മാസ്റ്റേഴ്സിൻ്റെ സ്റ്റോറീസ് കാണാൻ പറ്റും. അവരിലെപ്പോഴും പൂർണ്ണത മാത്രം ദർശിച്ച് പൂർണ്ണത മാത്രം രചിച്ചിട്ടുള്ള മഹാന്മാരുണ്ട്. കാരണം ഒരു മനുഷ്യനും പൂർണ്ണനല്ല, അവരുടെ ജീവിതത്തിലും ഒരുപാട് കുറവുകൾ ഉണ്ടായിട്ടാവും. പക്ഷെ അതൊന്നും കാണിക്കാതെ തൻ്റെ ഹൃദയത്തിൽ തോന്നിയ പെർഫെക്ഷൻസ് മുഴുവൻ ആ ഗുരുവിൽ സമർപ്പിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യണം. ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയാണെന്ന് ആലോചിച്ചു. എന്തെങ്കിലും ഒരു ക്വാളിറ്റി ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. എന്നിട്ട് അച്ഛനോട് പറയുക, അച്ഛാ നല്ല കുട്ടിയാണ്. പിന്നെ കുറേ ക്വാളിറ്റീസ് വരുന്നത്, നല്ല സൽസ്വഭാവിനിയാണ്, ഭക്ഷണം നന്നായി ഉണ്ടാക്കും. ഇതൊക്കെ കൂട്ടിച്ചേർക്കുന്ന ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ കാണുന്നതൊക്കെ നന്മയായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഭക്തൻ്റെ ഹൃദയത്തിൽ ഗുരുവിൻ്റെ ആ മാഹാത്മ്യം വർദ്ധിക്കുന്നതോടൊപ്പം ഗുരുവിൻ്റെ അടുത്തടുത്തെത്തുന്നു, ഗുരുവിൻ്റെ ആ അലൈൻമെൻ്റ് എത്തും. അതേപോലെ തന്നെ ഗുരു ശിഷ്യനിലൂടെ താതാത്മ്യം പ്രാപിച്ചിട്ട് അലൈൻമെൻറ്റ്, രണ്ടുപേരും ഒരുമിച്ചാണ് വളരുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനും ക്രിയേഷനും ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. ക്രിയേഷൻ കൂടുതൽ ആ സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഈശ്വരൻ കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നു. ഭഗവത്ഗീതയിൽ ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം, ഇത് ഇൻവേർട്ടഡ് അശ്വത്ഥ വൃക്ഷത്തെക്കുറിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു. ഇതിൻ്റെ എല്ലാ തുടക്കങ്ങളും റൂട്ട്സ് എന്നാണ്. എന്നിട്ട് ബ്രാഞ്ചസിലൂടെ ഈ ക്രിയേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ അവിടേക്ക് എത്താൻ എന്താണ് അതിൻ്റെ റൂട്ട്? അസംഗം എന്ന ശസ്ത്രമെടുത്ത് കട്ട് ചെയ്യണം, എന്നിട്ട് പരമമായിട്ടുള്ള പേഴ്സണാലിറ്റി സമർപ്പിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഈ സമർപ്പണം എന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം അഫെയർ ആണെങ്കിലും ശരിക്കും അത് ഡീപ്പൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ശരണാഗതി ഡീപ്പൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഡീപ്പൻ ചെയ്യുന്നതോറും അവിടെയുള്ളതുപോലെ ഇവിടെയും ആകുന്നു. അശ്വത്ഥ വൃക്ഷത്തിൻ്റെ റൂട്ട്സിലുള്ള അതേ പ്യൂരിറ്റി ഇലകളിലും ശാഖകളിലും ഒക്കെ വന്നു ചെയ്യുന്നു. ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ബ്രൈറ്റർ വേൾഡും ഈ ലോകം ഒരുപോലെ ആവണം. അതാണ് എനിക്ക് തോന്നുന്ന ആ സ്വപ്നം, ഭഗവാന്റെ സ്വപ്നം എന്ന് പറയും. ഈശ്വരന് ഹൃദയത്തിൽ നിന്നും ഉയർന്ന് എല്ലായിടത്തും സാധാരണ ഒരു വ്യക്തിത്വത്തെ പോലെ സഞ്ചരിക്കാൻ സാധിക്കും. അയ്യോ ഈശ്വരൻ വന്നു എന്നുകൊണ്ട് നമ്മളെല്ലാവരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മളിലും ആ ഈശ്വരീയതുണ്ട്. ആ ഈശ്വരനും എൻ്റെ ഒപ്പം ഇരിക്കുന്നു, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നു, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു, യാതൊരു ഭയവും ഇല്ലാതെ.
എന്നെ ഇനി ശിക്ഷിക്കില്ല എന്നുള്ള ഭയം ഇല്ലാതെ, എനിക്കിനി ഹൃദയത്തിൽ പോയി ഒളിച്ചിരിക്കേണ്ട ആവശ്യം ഉണ്ട് എന്നുള്ള ഭയമില്ലാതെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഭഗവത് ഈശ്വരൻ, അതാണ് ഈ ഗുരുശിഷ്യ പരമ്പരയിലൂടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കൂടുതൽ ഈ കാര്യത്തെക്കുറിച്ച് ഇൻട്രോസ്പെക്ട് ചെയ്യുമ്പോൾ കൂടുതൽ നമ്മുടെ ശ്രദ്ധ ആഴത്തിലുള്ള ഡെപ്തിലുള്ള ഫൗണ്ടേഷൻ ഡീപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. താജി ശ്രദ്ധ എന്ന് വിളിക്കുന്നു. സ്നേഹത്തിൻ്റെ ഫൗണ്ടേഷൻ ആഴത്തിൽ പോയിട്ട് അടുക്കം സ്നേഹമായി നമ്മൾ പരിണമിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.